നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വരാജും അൻവറും മോഹൻ ജോർജും പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി, ബി.ജെ.പി, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ നിലമ്പൂരിലെ മത്സരരംഗം ചൂടേറി. രാവിലെ 11 മണിക്ക് പ്രകടനമായി എത്തിയാണ് എം സ്വരാജ് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പിന്നാലെ പി.വി. അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പ്രകടനമായി എത്തിയാണ് അൻവർ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പുതിയ മുന്നണിയുമായി പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ പി.വി. അൻവർ മത്സരിക്കുക ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ലേബലിലായിരിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, എം.എൽ.എമാരായ യു പ്രതിഭ, ദലീമ ജോജോ, മുഹമ്മദ് മുഹസിൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത്. 1ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എത്തിയത്. സാമൂഹ്യബോധം വളർത്തുന്ന 10 വിഷയങ്ങളായിരിക്കും ആദ്യ 2 ആഴ്ച വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ലഹരി തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠന വിഷയമാകും. കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ്. നേരിട്ട് പങ്കെടുത്തയാൾ അറസ്റ്റിൽ. കൊണ്ടോട്ടി KF മൻസിൽ മുഹമ്മദ് നിയാസിനെയാണ് പിടികൂടിയത്. കേരള കർണാടക അതിർത്തിയിൽ വെച്ചാണ് പ്രതിയെ പിടിച്ചത്. തട്ടിക്കൊണ്ടുപോയ ദിവസം അന്നൂസ് റോഷന്റെ വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് മുഹമ്മദ് നിയാസ്. +1 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 62.28% വിജയം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 1,89,479 വിദ്യാർത്ഥികളിൽ 1,30,158 വിദ്യാർത്ഥികൾ വിജയിച്ചു. 68.69% വിജയം. മാനവിക വിഷയങ്ങളിൽ 78,735 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 39,817 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. 50.57% വിജയം. കൊമേഴ്സ് വിഭാഗത്തിൽ 1,11,230 വിദ്യാർത്ഥികളിൽ 66,342 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. 19.64% വിജയം. മൊത്തം 62.28% വിജയമാണ് വിദ്യാർത്ഥികൾ നേടിയത്. കഴിഞ്ഞ വർഷം 67.30% വിജയം. ട്രാൻസ് ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ ഒഴിവാക്കണം, രക്ഷിതാക്കൾ എന്ന് ചേർക്കാമെന്ന് ഹൈക്കോടതി. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് ഹൈക്കോടതി. ട്രാൻസ് ദമ്പതികളായ കോഴിക്കോട് സ്വദേശികളായ സഹദും സിയയും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ട്രാൻസ് ദമ്പതികളുടെ മക്കൾക്കുള്ള അപേക്ഷയിൽ അച്ഛൻ അമ്മ കോളങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. എറണാകുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളെ കാണാതായി. എറണാകുളം ഞാറക്കൽ വളപ്പ് ബീച്ചിലാണ് സംഭവം. യമൻ പൗരന്മാരായ സഹോദരങ്ങളെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്ന് വന്ന 8 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇരുവരും. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഇരുവർക്കായും തെരച്ചിൽ ആരംഭിച്ചു. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൾസലാം എന്നിവരെയാണ് കാണാതായത്. 7 അംഗ സംഘത്തിനൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ഇതിനിടെ സഹോദരങ്ങളായ ജുബ്രാനും അബ്ദുൾസലാമും തിരയിലകപ്പെട്ടു. കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽകുമാർ സഞ്ചരിച്ചിരുന്ന കാർ പാലക്കാട്ട് അപകടത്തിൽപ്പെട്ടു. പട്ടാമ്പി കൊപ്പത്ത് വെച്ച് മറ്റൊരു കാറുമായി ഇടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കൊപ്പം സെന്ററിലാണ് അപകടം നടന്നത്. വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന മുൻ മന്ത്രിയുടെ കാറും പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയായിരുന്ന മറ്റൊരു കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. മന്ത്രി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട 2ാമത്തെ വാഹനത്തിനും കാര്യമായ തകരാർ സംഭവിച്ചു. ഇരുവാഹനങ്ങളിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കേറ്റിട്ടില്ല. പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. 14-കാരി ആത്മഹത്യ ചെയ്തു. 18-കാരൻ അറസ്റ്റിൽ. ലോണ്ടറി മാട്ടുപ്പെട്ടി ലയത്തിൽ താമസിക്കുന്ന കൈലാസത്തിൽ നിഖിൽ നിൽസനെയാണ് CI ജോയി മാത്യു അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 24-നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. എന്നാൽ പെൺകുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തുടർന്ന് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് പോക്സോ വകുപ്പ് കൂടി ചേർത്ത് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് നിഖിൽ ഉൾപ്പെടെ സംശയം തോന്നിയ നിരവധി പേരെ ചോദ്യം ചെയ്തു. 14 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി നിഖിൽ സമ്മതിക്കുകയായിരുന്നു. കെ സുധാകരൻ അടക്കം പങ്കെടുത്തില്ല. നിലമ്പൂരിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന നേതാക്കൾ. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ,
രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളും കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നു. രാഷ്ട്രീയ പോരാട്ടം കരക്കുന്ന നിലമ്പൂരിൽ നിർണായകമായ കൺവെൻഷനിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം ജൂൺ 6 മുതലേ മണ്ഡലത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് കെ മുരളീധരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള കടുത്ത അവഗണനയെ തുടർന്നാണ് മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നെന്നാണ് ലഭിക്കുന്ന വിവരം. കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നതിലടക്കം കാര്യമായ പരിഗണന ലഭിച്ചില്ല. ഇതേ തുടർന്ന് നേതാക്കൾ ബോധപൂർവ്വം വിട്ടുനിന്നായാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കോൺഗ്രസ് നേതാവ് KC ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ അടക്കമുള്ളവർ കൺവെൻഷൻ പരിപാടിയിൽ നിറഞ്ഞു നിന്നു.